കാണിക്കേണ്ടതെന്ന് പറഞ്ഞൊരു ക്ലിപ്പ് ഭയങ്കര വൈറലായിരുന്നു. അതിനോട് എങ്ങനെയാണ് ആദരപൂർവ്വം പെരുമാറേണ്ടത് ഭക്ഷണത്തിനെ പറ്റി എന്നുള്ളത്. അപ്പം അതിൽ ലാലേട്ടനുള്ള മനുഷ്യൻ ബേസിക് ആയിട്ടുള്ളൊരു ഫുഡിനോട് എത്രമാത്രം ബഹുമാനം കാണിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലായത്. ഇപ്പോൾ മകൾക്ക് ആ രീതിയിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കുറച്ച് നേരം ട്രാവൽ ചെയ്തല്ലോ, എത്രമാത്രം അങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉണ്ട്. അതുപോലെ ആസ് എൻ ആക്ടർ ലാലേട്ടനെ പറ്റി എല്ലാവരും പറയുന്നത് പ്രതീക്ഷിക്കാത്ത റിയാക്ഷൻസ്, ഏറ്റവും നാച്ചുറലായ റിയാക്ഷൻസ് എന്നൊക്കെയാണല്ലോ. അതിൻ്റെ ട്രേസസും എത്രമാത്രം കൂടെ വർക്ക് ചെയ്തത് എന്താ മനസ്സിലായത്? ലാലേട്ടൻ എന്നൊരു വിസ്മയമാണ് നമ്മൾക്ക് മലയാളം, പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി പറയാണ്. എല്ലാ രീതിയിലും ആസ് എൻ ആക്ടർ, പേഴ്സണൽ ലൈഫിലും ഒക്കെ അദ്ദേഹം വലിയ മാതൃകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ പണ്ട് പറഞ്ഞ ഇൻസിഡൻറ്റ് ലാലേട്ടൻ പലരും ഞാൻ ചുമ്മാ തള്ളിയതാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറയും ലാലേട്ടൻ എൻ്റെ ഒരു പുസ്തകത്തിൽ തന്നെ ഞാൻ ലാലേട്ടൻ്റെ അനുവാദത്തോട് എഴുതിയിട്ടുണ്ട്. ഇപ്പം അത് മുന്നിലിരുത്തിക്കൊണ്ട് പറയുകയാണ്. അതൊക്കെ നടന്ന സംഭവമാണ്. ഞാൻ വീണ്ടും അത് വിശദീകരിക്കുന്നില്ല. മോളുടെ കാര്യം പറയുകയാണെങ്കിൽ മോള് അത് ഞാൻ അധിക ദിവസം മോളായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ മോളെ കണ്ട ആ നിമിഷം മുതൽ അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, അത്രയും സിൻസിയറായിട്ടുള്ള ഒരു കുട്ടി. ആ ചിരിയിൽ തന്നെ അത് കാണാം എത്ര സിൻസിയറാണെന്നുള്ളത്. അപ്പോൾ അതാണ് വിസ്മയ. എനിക്ക് അത്രയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി ഇടയ്ക്ക് വന്ന ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ നമ്മുടെ ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായി വിസ്മയ എന്താണെന്ന്. അപ്പോൾ ഇനി വിസ്മയ എന്ന ആക്ട്രസ് എന്താണെന്ന് നമ്മൾ 7-ാം തീയതി കണ്ട് മനസ്സിലാക്കാം. ഒരുപാട് സന്തോഷമാണ് ഈ സിനിമയിൽ വരാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. എന്ന് പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ മകൻ്റെയും മകളുടെയും കൂടെ അഭിനയിക്കാൻ സാധിക്കുക അത് അപൂർവമായൊരു ഭാഗ്യമാണ്. ഈ തുടക്കം സിനിമയിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ടായി. എനിക്ക് ആ സിനിമയിൽ വരാൻ കഴിഞ്ഞതിൽ നല്ല റോളൊക്കെയാണ്. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഏറ്റവും മനോഹരമായൊരു നിമിഷമുണ്ടായത് ഈ എൻ്റെ അവസാന ദിവസം, അതായത് ഷൂട്ടിങ്ങിൻ്റെ അവസാന ദിവസം എല്ലാവരും യാത്ര പറഞ്ഞു പോകുന്ന നേരത്ത് വിസ്മയെ ചോദിച്ചു, വിസ്മയ കയറവല്ലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് വിളിക്കാൻ പറഞ്ഞ് വിസ്മയ വെള്ളി ഇറങ്ങി വന്നു. ഞാൻ മോളോട് പറഞ്ഞു, മോളെ എൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു, ഞാൻ ഇന്ന് പോവുകയാണ്. ഓ ശരി ചേട്ടാ, സന്തോഷം. ഞാൻ പറഞ്ഞു മോളുടെ അച്ഛൻ്റെ സിനിമയിൽ നാളെ രാവിലെ ഞാൻ ജോയിൻ ചെയ്യും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ലാലേട്ടനോട് ഞാൻ അതിമനോഹരത്തിൽ അഭിനയിക്കാൻ പോകണം. അതൊരു വല്ലാത്തൊരു മൊമെൻ്റാണ്. മകളുടെ സിനിമയിൽ നിന്ന് അച്ഛൻ്റെ സിനിമയിലേക്ക്. ഇനി ചിലപ്പോൾ ഒരു അതിമോഹമാണ് മോനെ ദിനേശാന്ന് ലാലേട്ടൻ പറയരുത്. ഇനി ലാലേട്ടൻ്റെ സിനിമയിൽ ഞാൻ അവസാനം പറയും, ലാലേട്ടൻ ഞാൻ വിസ്മയുടെ പടത്തിലേക്ക് നാളെ രാവിലെ ജോയിൻ ചെയ്യണം എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. As a father and as an actor, what do you think is the most important quality a co-actor, an experienced co-actor should have when he is with a person who's facing the camera for the first time? Basically common sense. Seriously. Because we are not supposed to ridicule them or we should not give any kind of confusion to them. So be with them, travel with them, and you can on the travel you can correct them or you can learn so many things. So to be with acclimatization, you need an acclimatization. They also need. So to be in that league and to be in our league, it's a beautiful process happening. So നമ്മുടെ കോ-ആക്ടേഴ്സിൻ്റെ കൂടെ ഏറ്റവും രസകരമായിട്ട് മേക്ക് ഫൺ വിത്ത് ദം, ബി എന്താണ് ബി ഇൻ ഒരു സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ്, എക്സ്ചേഞ്ച് ആൻഡ് മേക്ക് ദം കംഫർട്ടബിൾ. സെയിം വിത്ത് മായ. അപ്പം മായ സംടൈംസ് വി ഫീൽ അയ്യോ ഈ കുട്ടി എന്താ ഇങ്ങനെ ചെയ്യണമെന്ന് ഇവരത്തല്ല എല്ലാവർക്കും തോന്നാം, മറ്റവർക്കും തോന്നാം. അതിന് ഒരു ഇറിറ്റേറ്റഡ് ആകാതെ സെയിം വിത്ത് ഡയറക്ടേഴ്സ് ഓൾസോ അല്ലേ. ചില ഡയറക്ടേഴ്സുണ്ട്, ചില ദേഷ്യപ്പെടുന്നവരുണ്ടാകും. പക്ഷേ that will reflect the confidence of the actor. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്, ഇറ്റ്സ് എ ഹാബിറ്റ്, ഇത് ഒരു പ്രാക്ടീസാണ്. സോ ഇപ്പോൾ ലൈക്ക് ഹി സെഡ് ഫസ്റ്റ് ഡേ പോലെ ആയിരുന്നില്ല മായ 10th ഡേ, പിന്നെ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞു. സോ ഇറ്റ്സ് എ പ്രോസസ്. സോ അതിന് യു നീഡ് ഇതൊരു സെൽഫായിട്ട് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ പറയണതൊക്കെ ഇറ്റ്സ് എ മോർ ഇറ്റ് ക്യാൻ ഹാപ്പൻ ഓൺ ദ സ്റ്റേജ്. ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. എൻറ്റിറ്റി വൈസ് ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് സിനിമ എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു പ്രാക്ടീസ്. നിങ്ങളുടെ ഒരു ഇൻ്റലിജൻസ് ആണ് അതിൻ്റെ പുറകിലുള്ളത്. ആൻഡ് ബേസിക്കലി ഐ ബിലീവ് ആൻ ആക്ടർ നീഡ്സ് എക്സലൻറ്റ് കോമൺ സെൻസ്. താങ്ക് യു.